എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡ്രിങ്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇങ്ങോട്ട് നല്ല കാറ്റാട്ടോ, നല്ല അടിപൊളി കാറ്റ്. പിന്നെ നോക്കിയാൽ നമ്മുടെ ആ സൈഡുള്ള മരം, നമ്മുടെ അല്ല അടുത്ത പറമ്പിലെയാണ്. അവിടുത്തെ മരങ്ങൾ വലിയ വലിയ മരങ്ങളുണ്ട്, അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് മഴക്കാലത്തൊക്കെ ധൈര്യമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഭയങ്കര കാറ്റുമഴയൊക്കെ വരുമ്പോൾ മരങ്ങൾ കിടന്ന് ആടുമ്പോഴത്തേക്കും നമുക്ക് പേടിയാവുകയെ, മരം വീഴുമോയെന്ന് പേടിയാവും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ആ മരം അവരെ കൊണ്ട് വെട്ടിച്ച് കളഞ്ഞു. അങ്ങനെ മൊത്തം കുറേ വലിയ വലിയ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡ്രിങ്കിലേക്ക് അങ്ങ് കിടക്കാം. അടിപൊളി ഡ്രിങ്കാട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും കുടിച്ചാൽ മതി. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും, മുടി നന്നായിട്ട് വളരും, നല്ലൊരു ഗ്ലോ തന്നെ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നല്ല നിറം വയ്ക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാട്ടോ എൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്നത്. സൂപ്പർ ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമുക്ക് ആഴ്ചയിൽ 3 തവണ കുടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വേറൊരു ഡ്രിങ്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു, ഒരു മഞ്ഞപ്പാലിൻ്റെ ഡ്രിങ്ക്. അത് നല്ല സൂപ്പറാട്ടോ. പക്ഷേ മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ ഡ്രിങ്കിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാവേ. ഇതിനകത്ത് ചേർത്തേക്കുന്നത് ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, ചെറിയ കഷ്ണമല്ല, ഒരു ചെറിയൊരു ബീട്രൂട്ട് കേട്ടോ, ചെറിയൊരു ബീട്രൂട്ട്. പിന്നെ ചേർത്തേക്കുന്നത് കുക്കുംബർ, ഒരു വലിയ കുക്കുംബറായിരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം കുക്കുംബർ ഞാനെടുത്തു. എന്നിട്ട് നന്നായിട്ട് കുക്കുംബറിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തി കളഞ്ഞ്, കുക്കുംബറിൻ്റെ മാത്രമല്ല ബീട്രൂട്ടിൻ്റെയും തൊലിയൊക്കെ നല്ല വൃത്തി കളഞ്ഞിട്ട് കഴുകി നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിലെ ജാറിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം മതി കേട്ടോ. വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം കുക്കുംബറിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. അപ്പം ഞാനൊരു സ്വല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുത്ത സൂപ്പർ ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഡ്രിങ്കിലോട്ട് നമുക്ക് ക്യാരറ്റ് ചേർക്കാം, 2-3 നെല്ലിക്ക വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. ഇതിനേക്കാളും ഗുണം നമുക്ക് അന്നേരം കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ക്യാരറ്റും നെല്ലിക്കയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീട്രൂട്ടും കുക്കുംബർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കും. ബ്ലഡ് ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് നല്ല ഡ്രിങ്കാണ്. ആഴ്ചയിൽ 3 തവണ മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് ഉള്ളപ്പോഴൊക്കെ ഞാൻ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. നല്ല ഡ്രിങ്കാണ്. മഞ്ഞപ്പാൽ ഞാൻ ദിവസം കുടിക്കട്ടോ, അത് ഞാൻ ഒഴിവാക്കിയേയില്ല. അതില്ലാതെ എനിക്ക് പറ്റില്ല. അത് ആദ്യമൊക്കെ ഭയങ്കര ഒരു മടുപ്പായിരുന്നു, കാരണം മഞ്ഞളിൻ്റെ ആ ഒരു മണമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ലായിരുന്നു കേട്ടോ. പിന്നെ എത്രയും ഗുണമുള്ള മഞ്ഞപ്പാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നറിഞ്ഞപ്പം ഞാൻ ദിവസം കുടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ 1-2 ദിവസമൊക്കെ മാറിപ്പോകുന്നുള്ളൂ, അല്ലെങ്കിലും ഞാൻ ഒഴിവാക്കാറില്ല, മഞ്ഞപ്പാൽ ഒഴിവാക്കിയില്ല കേട്ടോ. ഇവിടെ ബീട്രൂട്ട് ചേട്ടയ്ക്ക് തോരനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇവിടെ എന്നും മേടിക്കും. പിന്നെ ക്യാരറ്റ് മേടിക്കും കേട്ടോ. എന്നാലും ഞാൻ ബീട്രൂട്ടിൽ കൂടെ ഞാൻ ചെറിയ കഷ്ണം ക്യാരറ്റൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ക്യാരറ്റ് ഇല്ലായിരുന്നു, കുക്കുംബർ മാത്രമേ ഉണ്ടായിരുന്നു. കുക്കുംബറിൻ്റെ വലിയ കുക്കുംബറായിരുന്നു, അതിൻ്റെ ചെറിയൊരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം ഞാൻ പറഞ്ഞു, ഒരു ലേശം, ഈ ഒരു 1/4 ഗ്ലാസ് പോലും ഇല്ല കേട്ടോ. ഇത് തുള്ളി വെള്ളം, പേരിനായിട്ട് ഇച്ചിരി വെള്ളം അങ്ങ് ചേർത്ത് അങ്ങ് അരച്ചെടുത്തുള്ളൂ. നല്ല അടിപൊളി ഡ്രിങ്കാണ്. ഇതിൻ്റെ ഒന്നും കളർ കണ്ടില്ലേ, അല്ലേ, കളറ് സൂപ്പർ കളറ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമുക്ക് ദിവസം കുടിക്കാൻ പാടില്ല, അങ്ങനെയാണ് പറയുന്നത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ദിവസം കുടിച്ചാൽ കിഡ്നിക്കൊക്കെ പ്രശ്നം വരുന്നതാണ് പറയുന്നത്. നമുക്ക് ആഴ്ചയിൽ 2-3 തവണ കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ കുടിക്കാം. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നല്ല ചുമന്ന തുടുത്ത കളറാ, എന്താ കളറ്. നല്ല ഫ്രഷ് ബീട്രൂട്ട് തന്നെ എടുക്കണം കേട്ടോ. ഈ വാടിയ ബീട്രൂട്ടിനൊന്നും ഇതുപോലെ കളർ കിട്ടത്തില്ലേ, ഫ്രഷ് ബീട്രൂട്ട് തന്നെ എടുക്കണം. അപ്പം ഒരു മടിയും കൂടാതെ വേഗം തന്നെ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചോളൂ. പിന്നെ ഇത് അരിക്കാതെയും കുടിക്കാം കേട്ടോ. എനിക്കിങ്ങനെ അരിച്ചെടുത്താലേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്, അരിക്കാതെയൊക്കെ നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ചവച്ച് അരച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അരിക്കാതെ കഴിക്കാറില്ല, അരിച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ അരിക്കാതെ കഴിക്കണമെന്നാണ് പറയുന്നത്, അതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. പക്ഷെ ഞാനിത് അരിച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ കഴിക്കേണ്ട ഒരു സമയമുണ്ട് കേട്ടോ. അതായത്
നമ്മുടെ ഒരു ഇൻ്റർവെൽ സമയമില്ലേ, രാവിലെ ഭക്ഷണം കഴിച്ച് രാവിലെ നമ്മൾ 9-9:30 ഭക്ഷണം കഴിച്ച് കഴിയും. അന്നേരം ഒരു 10-10:30 10 അല്ലെങ്കിൽ 11 മണിയും 12 മണിക്കും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അല്ലെങ്കിൽ 10:30 തൊട്ട് 12 മണി വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ മാത്രം ഈ ജ്യൂസ് കുടിക്കുക. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയണത്, എന്ത് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കരുത്. ഒരു 1-1.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുക. എങ്കിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു റിസൾട്ടൊക്കെ നമ്മുടെ ശരീരം നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ണിക്കൂട്ടം നോക്കിയിരിപ്പുണ്ട്. ഉണ്ണിക്കൂട്ടം കുടിക്കുമോ എന്ന് അറിയത്തില്ല. ഉണ്ണീസേ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിക്കേ. ഇഷ്ടമല്ല. ഉണ്ണീസ് കുടിക്കില്ല. പക്ഷെ നമ്മുടെ മക്കൾ കുടിക്കും കേട്ടോ. അവന്മാർ ഇച്ചിരിയൊക്കെ ഒരു ഫുൾ ഗ്ലാസ് ഒന്നും കുടിക്കില്ല, ഒരു ഇത്രയൊക്കെ കുടിക്കും. ഞാൻ പറയും കുടിക്കണം, നിങ്ങൾ കുടിക്കണം, ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് കുടിക്കും. കണ്ണടച്ച് ഒറ്റ വലിയം കുടിക്കും. അപ്പം ഞാനിത് കണ്ണടച്ച് കുടിക്കുകയാണ്. ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഇഷ്ടമില്ലായിരുന്നു എനിക്ക്. ബീട്രൂട്ടിൻ്റെ ആ ഒരു ചോപ്പയൊന്നും എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ കുടിച്ചു പോകും. അപ്പം ഒന്ന് വേഗം ഒന്ന് കുടിക്കട്ടെ. ഉണ്ണീസിന് വേണ്ടല്ലോ, വേണോ? ഇത് ചോക്ലേറ്റ് ജ്യൂസ് അല്ലാടപ്പാ. മുമ്പ് പൈനാപ്പിൾ ഇല്ലല്ലോ. അമ്മ കുടിക്കുവാണേ. ആ അപ്പം ഞാൻ വേഗം ഒന്ന് കുടിക്കട്ടെ കേട്ടോ. ഉണ്ണിക്കുട്ടന് പൈനാപ്പിൾ ജ്യൂസ് മതി എന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, ചുണ്ടത്ത് വെച്ച് നോക്കിക്കേ. ചുണ്ട് ചുമക്കട്ടെ. ഉണ്ണിക്കുട്ടന് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ എന്തായാലും കുടിക്കട്ടെ കേട്ടോ. ഞാൻ കുടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമുള്ള വിശേഷമൊന്നുമല്ല, സങ്കടകരമായ വിശേഷം തന്നെയാണ് കേട്ടോ. നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മൾ ടാങ്കാണ്, നമ്മൾ മുറ്റത്താണ് ഈ ടാങ്ക് വെച്ചേക്കണത്. അപ്പം നമ്മൾ തോട്ടിലെ വെള്ളവും പാറയിലെ വെള്ളമൊക്കെ ഈ ടാങ്കിലിട്ട് നമ്മൾ ഓസൊക്കെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കിക്കേ. സിമൻറ്റ് കലക്കിയ ഒരു കളറാണ് കേട്ടോ വെള്ളത്തിന്. അത് ഇങ്ങനെ എടുത്താൽ നമുക്ക് മനസ്സിലാവുള്ളേ. നല്ല കൈകൊണ്ട് വെള്ളം എടുക്കുമ്പോൾ നല്ല ക്ലിയർ പോലൊക്കെ തോന്നും. നമുക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടു, ഒരു മഞ്ഞ പോലത്തെ കളറാണ്. ഈ വെള്ളം വേണം നമ്മൾ കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനും ഒക്കെ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വെള്ളം ഇങ്ങനത്തെ ഒരു കളറായിട്ട് വരാൻ തുടങ്ങിയിട്ട് ആ തോടിൻ്റെ സൈഡെങ്ങാനും കെട്ടും അങ്ങനെ അവർ പറയുന്നത്. കെട്ടുന്നതുകൊണ്ടാണ് സിമൻറ്റ് കലക്കിയ വെള്ളം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ അവർക്ക് ചെയ്യേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്താ ചെയ്യുക, ഈ ജനുവരി ഡിസംബർ, അത് നമുക്ക് വെള്ളമില്ലാത്ത സമയത്താണ് അവർ തോടിൻ്റെ പണി ചെയ്യണം കേട്ടോ. നമ്മൾ മാത്രമല്ല, കുറച്ച് വീട്ടുകാരൊക്കെ ഈ സൈഡിലുള്ള കുറച്ച് വീട്ടുകാരൊക്കെ ഈ വെള്ളമാണ് ആശ്രയിക്കുന്നത്. ശരിക്കും ഒരു ഉപദ്രവം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മെമ്പറിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് അസുഖമായിരുന്നു, വെള്ളത്തിൻ്റെ അംശമൊക്കെ ആയതുകൊണ്ട് വയറിന് സുഖമില്ലായിരുന്നു. ഇപ്രാവശ്യം എന്നാലും അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് പിള്ളേർക്ക് ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വെള്ളത്തിലൊന്നും കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളം മറിച്ച് കളയും. വെള്ളം മറിച്ച് കളഞ്ഞിട്ട് വെള്ളം തെളിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ നോക്കി നിൽക്കും. അപ്പോൾ വൈകുന്നേരമൊക്കെ ആവും കേട്ടോ, സന്ധ്യാസമയമൊക്കെ ആവും വെള്ളം ഒന്ന് തെളിഞ്ഞ് കിട്ടണമെങ്കിൽ. അപ്പം ഈ വെള്ളമൊക്കെ മറിച്ച് കളഞ്ഞ് നമ്മൾ വീണ്ടും വെള്ളം ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെള്ളം ശേഖരിച്ച് വെച്ച് അന്നേരത്തേക്കും ചിലപ്പം ഓസ് പൊട്ടിപ്പോകും. രാത്രിയാകുമ്പോൾ ചിലപ്പം മണ്ണ് കയറി ഓസ് പൊട്ടിപ്പോകും. പിന്നെ നമുക്ക് വെള്ളമില്ല. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ വെള്ളം തിരിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും 9 മണിയാകുമ്പോൾ വീണ്ടും വെള്ളം പതുക്കെ കലങ്ങി വരും. അപ്പം നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് വെള്ളമൊന്നും അറിയാം. നമ്മൾ എത്ര പേരുണ്ട്, എത്ര ആൾക്കാർ. നമ്മൾ 2 വീട്ടുകാരാട്ടോ ഈ വെള്ളം തന്നെ ആശ്രയം. അതായത് ഈ ഓസ് കണക്ട് ചെയ്യുന്ന 2 വീട്ടുകാരാണ്. അല്ലാതെ കുറച്ച് ആൾക്കാർ വേറെ താഴ്ഭാഗത്തൊക്കെ ഉണ്ട് ഈ വെള്ളം തന്നെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഫേസ് പാക്കിന് വീട്ടിലെടുക്കാനൊന്നും എനിക്ക് മൂടില്ലായിരുന്നു കേട്ടോ. നല്ലൊരു ഫേസ് പാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ വിചാരിച്ചായിരുന്നേ. എനിക്ക് എടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്കൂളൊന്ന് അടച്ചാൽ മതിയായിരുന്നു നാട്ടിൽ പോകാൻ. അവിടെയൊക്കെ നല്ല ശുദ്ധമായ നല്ല അടിപൊളി കിണറ്റിലെ വെള്ളം, കൊതിയാവുന്ന വെള്ളത്തിലൊന്ന് കുളിക്കാനായിട്ട്. നമുക്ക് എപ്പോഴുള്ളൊരു പരിപാടിയാട്ടോ ഈ ഭാഗത്തുള്ളവർക്ക്. അതായത് ഒരു മാർച്ച് പകുതി കഴിയുമ്പോഴത്തേക്കും തുടങ്ങും അവരുടെ ഒരു സൈഡ് കെട്ടൽ പരിപാടിയൊക്കെ ആയിട്ട്. മാർച്ച് തീർന്നില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമായിരുന്നു തുടങ്ങിയത്. ഈ പ്രാവശ്യം നേരത്തെ അവർ തുടങ്ങി. അപ്പോൾ അവർക്കറിയാമല്ലോ, നമ്മൾ ഈ കുറച്ച് വീട്ടുകാരാണ് തോടിലെ വെള്ളം ആശ്രയിക്കുന്നത്, എല്ലാം അവർക്കറിയാം. എന്നിട്ട് അവരിങ്ങനെ ചെയ്യുക കേട്ടോ. സിമെൻറ്റ് കലക്കിയ വെള്ളം, ഈ സിമെൻറ്റ് കലക്കിയ വെള്ളത്തിൽ നമ്മൾ എങ്ങനെ കുളിക്കാനല്ലേ? നമുക്ക് വലിയ ചൊറിച്ച്, നമുക്ക് അലർജി, വേറെ എല്ലാ രോഗവും വരും. ഇനി വെള്ളമൊന്നും തെളിഞ്ഞ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനേതായാലും ഇങ്ങോട്ട് കുത്തി ഇട്ടിട്ടുണ്ട് വെള്ളമേ.
അപ്പോൾ ഇതിൽ മഞ്ഞ കളറായിട്ടോടെ വെള്ളം ഇരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങോട്ടേക്ക് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഓസ് പൊട്ടിപ്പോകുന്ന അവസ്ഥ ആലോചിക്കുക, നമുക്ക് ഈ വെള്ളം കൊണ്ട് കുളിക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും. എന്താകുമെന്ന് അറിയത്തില്ല. സ്വന്തമായിട്ട് കിണർ കുത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കുന്നില്ല കേട്ടോ, ഒന്നും നടക്കണില്ല, ഒരു കാര്യം നടക്കണില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ കാര്യങ്ങളുടെയൊക്കെ നടപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും നല്ല വീഡിയോസിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.